സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ച കേസിലെ പ്രതിയിൽ നിന്ന് 18 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ എസ്ഐക്കും സിഐക്കുമെതിരെ കേസ്. വളാഞ്ചേരി സിഐ സുനിൽദാസ്, എസ്ഐ ബിന്ദുലാൽ എന്നിവർക്കെതിരെയാണ് കേസ്. തിരൂർ ഡിവൈഎസ്പിയാണ് കേസെടുത്തത്. വിവരങ്ങൾ നൽകുവാൻ സോണൽ കൃഷ്ണയുണ്ട്. സോണൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആതിര, കൈക്കൂലി എന്ന പരാതിയിലാണ് ഇപ്പോൾ സിഐക്കും എസ്ഐക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. ആ കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ വളാഞ്ചേരി എസ്പിക്കും സിഐക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. തിരൂർ ഡിവൈഎസ്പിയാണ് ഇരുപേർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. വളാഞ്ചേരി സിഐ സുനിൽദാസ്, അതുപോലെ തന്നെ എസ്ഐ ബിന്ദുലാൽ എന്നിവരെയാണ് ഇത്തരത്തിൽ നടപടി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ഇവരുടെ സഹായിക, അതായത് ഇടനിലക്കാരനായിട്ടുള്ള അസൈനാർ എന്ന വ്യക്തിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എഫ്ഐആറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥലമുടമയെ, അതായത് ഈ സ്ഫോടക വസ്തു കൊണ്ടുവന്ന സ്ഥലമുടമയെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തത് എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും എസ്ഐ 10 ലക്ഷവും സിഐ 8 ലക്ഷവും മൂന്നാം പ്രതി 4 ലക്ഷവും തട്ടിയെടുത്തു എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ച സമയത്ത് മറ്റു നടപടികൾ പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ മാധ്യമങ്ങൾ കാണും എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം. അതില ശരി, വ്യക്തമാണ്. സോണലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.